സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട വിഷയത്തിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു ടേബിൾ ടോക്കാണ്. നമുക്ക് സമരങ്ങൾ പെട്ടെന്ന് ഉണ്ടാകാം, പക്ഷെ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പല വാർത്തകളും ഉണ്ടാക്കാം. അതുകൊണ്ട് വിഷയത്തിൽ അറിവാണ് ഏറ്റവും പ്രധാനമാണെന്നാണ് ഞങ്ങളൊക്കെ കരുതുന്നത്. ഇപ്പം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സമരം ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ തന്നെ നമ്മുടെയൊക്കെ പല പല ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നീറ്റ് എന്ന ഒരു പൊതുപരീക്ഷ ഈ ലോകത്ത് മുമ്പ് ഉണ്ടായിരുന്ന ഓരോ സംസ്ഥാനത്തിലുണ്ടായിരുന്ന പരീക്ഷകളെല്ലാം റദ്ദ് ചെയ്യപ്പെട്ടുകൊണ്ട് ഒരു ഏകീകൃതപരമായ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ കേന്ദ്ര സർവകലാശാലകളിലേക്കും ഒരു ഏകീകൃത ഒരു പ്രവേശന പരീക്ഷ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ അടുത്ത കാലത്താണ്. 2014 ശേഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 2014 ശേഷം നമ്മുടെ രാജ്യത്ത് എന്താണ് ഭരണനിർവഹണമാണെന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഈ കാലഘട്ടത്ത് ഈ പരീക്ഷകൾ നടത്തിപ്പിൻ്റെ ഫലമായി നമുക്ക് ഒത്തിരി കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ കുട്ടികൾ ഈ രംഗത്ത് പഠിക്കുന്നുണ്ട്. പല സുഹൃത്തുക്കളുടെ മക്കൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കോച്ചിങ് സെൻറ്ററിൽ തന്നെ അത്രത്തോളം കുട്ടികളെ ടോർച്ചർ ചെയ്യുന്ന അവസ്ഥകളുണ്ടാകും. ആത്മഹത്യ ചെയ്തില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിലുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് ബന്ധപ്പെട്ട് കുട്ടികൾക്കുണ്ടാവുന്ന മാനസികപരമായുള്ള പ്രശ്നങ്ങൾ കാരണം നിലവിലുള്ള അറിവനുസരിച്ച് 14 കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നാണ്. എനിക്ക് മനസ്സിലാക്കാനുള്ള കാരണം എനിക്ക് നമ്മളെ അടുത്ത കാലം വന്ന മീഡിയയിൽ വന്ന വാർത്തകൾ കണ്ടപ്പോൾ എൻ്റെ മോളും 20 വയസ്സായ കുട്ടിയാണ്. അപ്പോൾ ഞാൻ ആ ഒരു കുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പ് ഞാൻ വായിക്കാം. അപ്പോൾ അത് അമ്മയെ അച്ഛ, ഞാൻ പഠിച്ച് ഡോക്ടറാകുമെന്ന് നിങ്ങൾ വിശ്വസിച്ചു, എന്നാൽ എനിക്ക് വീണ്ടും നീറ്റ് പരീക്ഷ എഴുതാൻ ധൈര്യമില്ല. വീണ്ടും പരീക്ഷ നന്നായി എഴുതാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല. ഇങ്ങനെയാണ് ഒരു കത്ത് എഴുതി നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതിൽ മനം കൊണ്ട് മധ്യപ്രദേശിലെ ഭോപ്പാലിലെ 19-കാരിയായ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അവളുടെ പേര് ആകാംക്ഷ എന്നാണ്. അതായത് മെയ് 20 മധ്യപ്രദേശ് സ്വദേശിയ ആകാംക്ഷ വീട്ടിൽ തൂങ്ങി മരിക്കുകയാണ് കണ്ടെത്തിയത്. അപ്പൊ നീറ്റ് പരീക്ഷ റദ്ദാക്കിയതിൽപ്പെട്ടുകൊണ്ട് കുട്ടിക്കുണ്ടായ മാനസിക ആരോഗ്യ പ്രശ്നമാണ് ഇതിന് കാരണം. ഇതുപോലെ 14 കുട്ടികൾ ആത്മഹത്യ ചെയ്ത രാജ്യമാണ് കഴിഞ്ഞ മാസങ്ങൾ സംഭവിച്ചാണ്. അപ്പം ഈ രാജ്യത്താണ് ഈ ഇപ്പോൾ നടക്കുന്ന സമരം നടക്കുന്നത്. ഈ സമരത്തെ പല വലതുപക്ഷ മാധ്യമങ്ങൾ പറയുന്നത് രാജ്യദ്രോഹ കുറ്റപ്രവർത്തനമെന്ന് ആക്ഷേപിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരീക്ഷകളെ ഈ ആധുനിക കാലത്ത് പരീക്ഷകളാണോ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ ആവശ്യം? സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അതല്ല. ഒരു കുട്ടി വിദ്യാഭ്യാസം ചെയ്യുന്നത് അടിസ്ഥാനപരമായി പൗരബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ആ രീതിയിലാണ് ലോകമൊട്ടാകെ വിദ്യാഭ്യാസ ക്രമീകരണം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഇന്ന് അതായത് നീറ്റ് പരീക്ഷ കൊടുത്ത പരീക്ഷകൾ എന്ന് പറയുന്നത് നിങ്ങൾ OMR ആണ്. നമ്മുടെ ഇവിടെ PSC പരീക്ഷ ഇപ്പോൾ OMR എന്ന് പറയാൻ കാരണം അറിവ് സമ്പാദനത്തിലുള്ള പരീക്ഷണങ്ങളല്ല, അത് തലച്ചോറിലുള്ള ഒരു മെക്കാനിക്കൽ പഠനമെന്നാണ് പല വിദ്യാഭ്യാസ കാണാറുണ്ട്. അപ്പം നമുക്കിവിടെ ചർച്ചയിൽ വിദ്യാഭ്യാസത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, അതിൽ പല ഗവേഷണം നടത്തുന്ന ആൾക്കാർ, ചരിത്രകാരനുണ്ട്, ആക്ടിവിസ്റ്റുകളുണ്ട്. അപ്പം നമ്മളൊരു ഇതിനെക്കുറിച്ചുള്ള ഒരു ടേബിൾ ടോക്ക് മാത്രമാണ്. ഈ അറിവ് പൊതുജനത്തിൽ വികേന്ദ്രീകരിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഈ ടേബിൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനെ ഒരു ആമുഖം പറഞ്ഞ് സംസാരിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസത്തിൽ ഒരു നിരീക്ഷണം നടത്തുന്ന മോഹൻ ഗോപാൽ സാറിനെ ആദ്യമായി ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യത്ത് വളരെ ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിനെ തന്നെ മറ്റൊരു ഗതിയിലേക്ക് തിരിച്ചുവിടത്തക്ക നിലയിലുള്ള ഒരു യുവജന പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലും. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ
മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളുടെയും പൊതുജനങ്ങളുടെയും യുവാക്കളുടെ മാത്രമല്ല പ്രചരണ പരിപാടികളും പ്രക്ഷോഭങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ 1975 എമർജൻസി പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്രമാത്രം ഒരു വ്യാപകമായി സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപിക്കപ്പെട്ട ഒരു സമരപരിപാടി നമുക്ക് മറ്റൊന്ന് കാണാനുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്ര പ്രാധാന്യം എന്താണ് ഈ വിഷയത്തിൽ? ഒരു നീറ്റ് പരീക്ഷ ലീക്കായി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട 2024 നീറ്റ് പരീക്ഷ ലീക്കായിരുന്നു. അന്ന് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും കേസെടുക്കുകയും മറ്റുമൊക്കെ ചെയ്ത് സാധാരണ പോലെ അത് തേഞ്ഞു മാഞ്ഞു പോയി. വീണ്ടും 26 നടന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസിൻ്റെയും റിസർച്ച് കണ്ടെത്തിയത് ഏതാണ്ട് കഴിഞ്ഞ 10 വർഷത്തിൽ 154 ലീക്കുകൾ നടന്നു എന്നാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം തന്നെ നീറ്റിൻ്റേത് മാത്രമല്ല CBSEയുടെ പരീക്ഷയുടെ വെരിഫിക്കേഷനൊക്കെ പ്രശ്നമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ SSC GDയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തിരുന്നു. ഇതുകൂടാതെ മഹാരാഷ്ട്രയിൽ ലീക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ലീക്ക് എന്ന് പറയുന്നത് ഒരു സർവ്വസാധാരണമായി മാറുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ പ്രത്യാഘാതം ഈ പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ മേലെ എന്താണ്, അതുപോലെ അവരുടെ പേരൻസിന് അവരുടെ മേലെ എന്താണ്? ഇതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് രാജസ്ഥാനിൽ നടത്തിയ ഒരു പരിപാടിയിൽ അതിൻ്റെ കുറച്ച് റിസർച്ച് നടത്തുകയും ഏതാണ്ട് ഗവൺമെൻറ്, അതായത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും ചേർന്ന വിദ്യാഭ്യാസത്തിലൊരു കൺകറന്റ് ലിസ്റ്റിലെ ഒരു പ്രോഗ്രാം എന്ന നിലയിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകളും ചേർന്ന് എത്രമാത്രം ചിലവാക്കുന്നോ ഓരോ കുട്ടിക്കും പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ, ഏതാണ്ട് അതേ രീതിയിലുള്ള പൈസ ഓരോ കുടുംബങ്ങളും മുടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ വർക്ക് ചെയ്യുന്നത് മുഴുവൻ ട്യൂഷൻ മേഖലയിലെ കോച്ചിങ് മേഖലയിൽ നടക്കുന്ന വൻ മാഫിയയാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അതിൻ്റെ എല്ലാം തുടക്കം നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ്. ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരിക്കലും ആധുനിക വിദ്യാഭ്യാസം മുൻപോട്ട് വെച്ച അസസ്മെൻറ്റിനുള്ള മെത്തേഡുകൾ ഒന്നും തന്നെ അല്ല ഉപയോഗിക്കപ്പെടുന്നത്. ഒരുപക്ഷെ പണ്ട് മുതലേ നമ്മുടെ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ വേദങ്ങളും മന്ത്രങ്ങളും മറ്റും കാണാതെ പഠിച്ചുകൊണ്ട് വെറും റോട്ട് ലേണിംഗ് മാത്രം ആയി പരീക്ഷയിൽ ഈ കാണാതെ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ഒരു കോമായ്ക്ക് വ്യത്യാസമില്ലാതെ, ഫുൾ സ്റ്റോപ്പിന് വ്യത്യാസമില്ലാതെ, ഒരു വരിയിലെങ്ങും വ്യത്യാസമില്ലാതെ അതേ രീതി കൃത്യമായി റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുകയാണെന്ന് കുട്ടികൾക്ക് മാത്രമാണ് ഇതിൽ കൃത്യമായ ശരിയായ മാർഗം കിട്ടുകയും അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പോൾ 100ൽ 99.5, 6, 7 ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷ ആഭാസമാണ് ശരിക്കും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരു പശ്ചാത്തല നാട്ടിൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കലും ഒരു പ്രിൻസിപ്പൽ പറഞ്ഞത്, ഞാൻ ഇക്കാര്യം ഏതാണ്ട് അന്ന് ഇന്ത്യയിലെ പരമാവധി മാർക്ക് കിട്ടുന്നത് ഒരു 88-89% ആയിരുന്നു നമ്മുടെ 10th-ലാണെങ്കിലും 12th-ലാണെങ്കിലും മറ്റും. അപ്പോൾ ഇക്കാര്യം പറഞ്ഞു, ആ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ സ്കൂളിൽ ഒരു റിഫോം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിൽ പോയി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതാണ്, ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പരീക്ഷാ സമ്പ്രദായത്തിലാണ് വരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞത്, ഇപ്പം നിങ്ങളുടെ മാർക്ക് 99.9 ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോഴേ അത് ഏതാണ്ട് ഒരു 15 20 വർഷത്തിനകത്ത് സംഭവിച്ചു കഴിഞ്ഞ ഇന്ത്യയിൽ. ഇന്ന് ഇന്ത്യയിൽ നമുക്ക് കേരള സിലബസിൽ ഉൾപ്പെടെ കിട്ടുന്ന മാർക്ക് 99.9 എന്നിട്ടൊക്കെയാണ്.
ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? 100-ൽ 99.9 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ചോദ്യത്തിനകത്ത് കിടക്കുന്നുണ്ട് നമ്മുടെ പരീക്ഷാ സമ്പ്രദായത്തിൻ്റെ തികഞ്ഞ ആഭാസം. അബ്സല്യൂട്ട്ലി നോൺസെൻസ് ആണ്. ഒരു യഥാർത്ഥ പരീക്ഷയിൽ ഒരു കുട്ടിക്ക് 50% മാർക്ക് കിട്ടുന്നെങ്കിൽ, 55 കിട്ടുന്നെങ്കിൽ, 60 കിട്ടുന്നെങ്കിൽ, 65 കിട്ടുന്നെങ്കിൽ, അതൊക്കെ അങ്ങേറ്റത്തെ മാർക്കാണ് അവരെ സംബന്ധിച്ച്. ഇപ്പോൾ എൻ്റെ മകന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയില്ല, 58% കിട്ടുള്ളൂ. അപ്പോൾ ഞാനതിൽ പരാതി പറഞ്ഞപ്പോൾ ആ പ്രിൻസിപ്പൽ അയാൾ എന്നോട് പറഞ്ഞതാണ്, നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ശരിക്കും ഒരു ഇൻഫോംഡ് പേരൻ്റ് ആണ്, കാര്യങ്ങൾ അറിയുന്ന മനസ്സിലാക്കുന്ന ഒരു പേരൻ്റ് ആണോ എന്ന് വളരെ ക്രിട്ടിക്കലി വിമർശനപരമായി വളരെ എന്നെ വിമർശിച്ചുകൊണ്ട് പുള്ളി പറയുകയാണ്. കാരണം പുള്ളി UK നിന്നാണ്, ബ്രിട്ടനിൽ നിന്ന്. ഞങ്ങളുടെ അടുത്ത് 50%, 55% മാർക്ക് കിട്ടുന്നത് പറഞ്ഞാൽ അങ്ങേറ്റമാണ്. ഞങ്ങളുടെ സിലബസ് അതാണ്, ഞങ്ങളുടെ എക്സാം സിസ്റ്റം അതാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ ഈ കുട്ടിക്ക് 58 കിട്ടിയെങ്കിൽ ഇത് നല്ല മാർക്കല്ലേ, എന്തുകൊണ്ട് അവനെ അപ്രീഷിയേറ്റ് ചെയ്തുകൂടാ? മറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാതെ നിങ്ങൾ ആ കുട്ടിയുടെ മേലിട്ട് കയറാൻ ശ്രമിക്കുകയാണ് ഒരു പേരൻ്റ് എന്ന നിലയിൽ. ഇത് അങ്ങേറ്റം തെറ്റാണ് എന്ന് അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്ത ഒരു കാര്യമാണ്. 99.9 കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നമുക്ക് വേറെ ഒരു ലക്ഷ്യമില്ല, കഴിഞ്ഞില്ല. ഈ ആഭാസമാണ് നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളും നമ്മുടെ ട്യൂഷൻ സെൻ്ററുകളും നമ്മുടെ സ്കൂളുകൾ പോലും ചെയ്ത് കൂട്ടുന്നത്. കഴിഞ്ഞ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമെങ്കിലും മാറും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് തികച്ചും ഒരു യാതൊരു പ്രതീക്ഷയില്ലാത്ത നിലയിൽ അതേ രീതിയിൽ കൂടുതൽ വഷളായിക്കൊണ്ടാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ടെസ്റ്റ് ചെയ്യുന്നില്ല. അതിന് വേണ്ട തരത്തിലുള്ള ചോദ്യങ്ങളല്ല അവിടെ ചോദിക്കുന്നത്. അതുപോലെ അതിൻ്റെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ആശയ രൂപീകരണത്തിനോ അതിൻ്റെ റീപ്രൊഡക്ഷന് വേണ്ടിയുള്ള അവസരം കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ എക്സാമിനേഷനകത്ത് ഈ OMR വെച്ച് കാര്യങ്ങൾ നടത്തി, ഈവൻ നീറ്റിലാണെങ്കിലും മറ്റ് SSC ആണെങ്കിലും UPSC ആണെങ്കിലും, UPSCയിൽ കുറച്ച് വ്യത്യാസമുണ്ട്, വലിയ വ്യത്യാസമുണ്ട്. അത് ഒരു വലിയ ഗുണപരമായ കാര്യമാണ്, സംശയമൊന്നുമില്ല. ഇത്തരത്തിൽ എല്ലാം കാണാതെ പഠിച്ച് കത്തി വെക്കുന്ന ഒരു രീതിയിലേക്ക് കുട്ടികളെ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ എല്ലാ കുട്ടികൾക്കും അവരുടെ ഓർമ്മശക്തി ഒരുപോലെയല്ല, ഒരുപോലെയാകാൻ കഴിയില്ല. രണ്ട് കുട്ടികളുടെ ഓർമ്മശക്തി ഒരുപോലെയാകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഓർമ്മയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു എക്സാം സിസ്റ്റം അത് മാറേണ്ടതാണ്. ഇത് ആധുനിക വിദ്യാഭ്യാസം പാശ്ചാത്യ നാടുകളിൽ ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. ഭാഗ്യമായിട്ട് പറയട്ടെ, വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളിലും ക്രിട്ടിക്കലി പറയേണ്ടി വരുമ്പോൾ NEP-യിലെ ഒരു കമ്പോണൻ്റ് മാത്രം, അതിൻ്റെ 23 കമ്പോണൻറ്റുകളിൽ ഒരു കമ്പോണൻ്റ് മാത്രം ഈ എക്സാം റിഫോംസിൻ്റെ കാര്യം പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മുടെ എക്സാമിനേഷൻ റോട്ട് ലേണിങ്ങിൽ നിന്ന് മാറി കാണാതെ പഠിച്ച് കക്കി വെക്കുന്ന, അത് കൃത്യമായി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന, അത് കോമായ്ക്ക് വ്യത്യാസമില്ലാതെ, ഒരു ഫുൾ സ്റ്റോപ്പിന് വ്യത്യാസമില്ലാതെ, ആശയങ്ങൾക്ക് വ്യത്യാസമില്ലാതെ, പാരഗ്രാഫുകൾക്ക് വ്യത്യാസമില്ലാതെ, എല്ലാം അതേ രീതിയിൽ മെമ്മറൈസ് ചെയ്തുകൊണ്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് പരീക്ഷാ പേപ്പറിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന കുട്ടിക്ക് മാത്രമാണ് ഈ സിസ്റ്റത്തിൽ മാർക്ക് കിട്ടുന്നത്. അത്തരം ഒരു പരീക്ഷാ സമ്പ്രദായത്തിൽ തീർച്ചയായിട്ടും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ നമുക്ക് ഒഴിച്ചുകൂടാൻ കഴിയില്ല. കാരണം ഒരു സമൂഹത്തിലെ മുഴുവൻ ആൾക്കാർക്കും ജോലി കൊടുക്കുക നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതിയിൽ ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് ഇതിലെ ഏറ്റവും മികച്ച ചിന്താശക്തി, ആശയ പ്രകടന ശക്തി, അല്ലെങ്കിൽ ആശയങ്ങളെ കൂട്ടിച്ചേർക്കാനും മറ്റും പുറപ്പെട്ട അനവധി കാര്യങ്ങൾ, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഇമോഷണൽ ഇൻ്റലിജൻസ് തുടങ്ങിയ, അതുപോലെ അവരുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ്. ഓരോ കുട്ടിയും എക്സാമിനേഷന് വരുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ് ഉണ്ട്. ഈ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഇങ്ങനെ ഒരു നമ്പർ ഓഫ് പാരാമീറ്റേഴ്സിനെ ചെക്ക് ചെയ്യാൻ കഴിയുന്ന കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്ന സിസ്റ്റം ആധുനിക കാലം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി ഫോളോ ചെയ്യുകയും കുട്ടികളെ സെൻറ്ററിൽ നിർത്തിക്കൊണ്ട്, അതായത് ചൈൽഡ് സെൻട്രിക് എഡ്യൂക്കേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ കുട്ടികളെ ഫോഴ്സ് ചെയ്ത് കാണാതെ പഠിച്ച് കത്തിവെക്കേണ്ട ഒരു സിസ്റ്റത്തിലോട്ടോ OMR-ലേക്കോ അൾട്ടിമേറ്റ്ലി അവരുടെ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു ഫിൽറ്ററിങ് പ്രോസസ്സിൽ
അവർക്ക് ഇത്തരത്തിൽ ആത്മഹത്യയിലൊക്കെ പോകേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും അതിലെ പരീക്ഷാ സമ്പ്രദായവുമാണ് മാറ്റേണ്ടത്. അതിൽ നമ്മുടെ മുമ്പിൽ മാർഗങ്ങൾ ഉണ്ട്. പക്ഷേ നമ്മൾ മുമ്പോട്ട് പോകാൻ അതിനെ നമ്മുടെ ഭരണാധികാരികൾ, അത് കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും എക്സാം റിഫോംസ് നടത്താൻ തയ്യാറാവുന്നതേയില്ല. അതിന് കാരണം ഈ പറഞ്ഞ കോച്ചിങ് മാഫിയ കോർപ്പറേറ്റുകൾ കോടിക്കണക്കിന് രൂപ മുടക്കി നമ്മുടെ ഭരണത്തിൽ നമ്മുടെ ഗവേണൻസിനെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ്. ഈ ലീക്ക് തന്നെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാം സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ നടക്കുന്ന ബ്രൈബിങ് ലക്ഷക്കണക്കിന് രൂപയായതുകൊണ്ട് ആ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാൻ കഴിയുന്ന പേരൻസിൻ്റെ കുട്ടികളുണ്ട്. അവർ കൊടുക്കുന്ന പൈസയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഈ ലീക്കിങ് മുഴുവൻ യാതൊരു തടസ്സവുമില്ലാതെ നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അതായത് കോടിക്കണക്കിന് രൂപയാണ് ചില പേരൻസ് ഈ നീറ്റിൻ്റെ ക്ലിയറൻസിന് വേണ്ടി മുടക്കുന്നത്. ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ. അപ്പം ഇത് നമ്മുടെ ഗവേണൻസിനെ പൊള്യൂട്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല ഈ സിസ്റ്റത്തിൽ. കാരണം ഇത് ഫുള്ളി മെമ്മറി ബേസ്ഡാണ്. ഇതിൽ നിന്ന് മാറി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും നമ്മുടെ പരീക്ഷാ സമ്പ്രദായവും കൂടുതൽ ആധുനികവും ശാസ്ത്രീയവും ചൈൽഡ് സെൻട്രിക്കും ആയ ഒന്നിലേക്ക് മാറാനുള്ള ഒരു അവസരമായിട്ട് ഇനിയെങ്കിലും ഈ അവസരമെങ്കിലും ഉപയോഗപ്പെടണം എന്നും അതിനുവേണ്ടി സമൂഹത്തിൽ നിന്ന് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആവശ്യം ഉയർന്നു വരണമെന്നും പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.